ദക്ഷിണ കൊറിയയിൽ വിമാനം തകർന്ന് മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 179 എന്ന് സൗത്ത് കൊറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി മതിലിടിച്ചാണ് അപകടമുണ്ടായത്. 181 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 179 പേരും മരിച്ചു എന്ന രീതിയിൽ വാർത്ത വരികയാണ്. ലാൻഡിംഗ് ഗിയറിൻ്റെ തകരാറാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇപ്പോൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നമ്മുടെ പ്രതിനിധി പി ജെയിംസ് ഉണ്ട്. പി ജെയിംസ് തത്സമയം ചേരുകയാണ്. പി ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ജെയിംസ്, ഈ അപകടത്തിലെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ലഭിച്ചത്? പറയൂ. അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ ഈ മിനിറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ 62 പേർ മരണമടഞ്ഞു എന്ന വാർത്തയാണ് വാർത്താ ഏജൻസികളൊക്കെ പുറത്തുവിട്ടിരുന്നത്. പക്ഷേ അത് 179 പേർ മരണമടഞ്ഞു എന്ന സങ്കടകരമായ വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം എസ്കെൻ പറഞ്ഞ പോലെ 181 യാത്രക്കാർ ഉണ്ടായിരുന്നു. അതിൽ 175 പേർ യാത്രക്കാരും 6 പേർ അവരുടെ ക്രൂ മെമ്പേഴ്സും ആയിരുന്നു. അതിലാണ് 179 പേർ മരണമടഞ്ഞു എന്ന വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ വന്ന വാർത്തകളിൽ തന്നെ 2 പേരെ രക്ഷപ്പെടുത്തി എന്ന വാർത്ത വന്നിരുന്നു. പക്ഷേ എത്ര പേർ മരണമടഞ്ഞുവെന്ന് കൃത്യമായി പറഞ്ഞിരുന്നില്ല. നമ്മൾ തന്നെ പറഞ്ഞാണ് മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 പേരെ രക്ഷപ്പെടുത്തിയത് ഒഴിച്ചാൽ വേറെ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്ന് പറന്ന ജെജു എയർലൈൻസ് ആണ്, അത് ബോയിങ് 737 എയർലൈൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ദക്ഷിണ കൊറിയയിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ ലാൻഡിംഗ് ഗിയറിന് പിഴവ് പറ്റിയതിനെ തുടർന്ന് റൺവേയിൽ നിന്ന് തെന്നിത്തെറിച്ച് മതിലിൽ ഇടിച്ച് തീപിടുത്തമുണ്ടായിട്ടാണ് ഈ അപകടമുണ്ടായിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ 179 പേർ ഇവർ ദക്ഷിണ കൊറിയക്കാരും 2 പേർ തായ്ലൻഡ് പൗരന്മാരുമാണെന്ന് മനസ്സിലാക്കുന്നു. രക്ഷപ്പെട്ടവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അപ്പോൾ അത്യപൂർവമായിട്ടുള്ളൊരു അപകടമാണ് എസ്കെയിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ നമ്മൾ അസർബൈജാൻ്റെ വിമാനം തകർന്നപ്പോഴും ഇതുപോലെ കൂടുതൽ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. 29 പേർ രക്ഷപ്പെട്ടു, 38 പേരാണ് അന്ന് മരണമടഞ്ഞത് കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ 2 പേരെ രക്ഷപ്പെടുത്താനേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എസ്കെയിൽ ഓക്കെ, 181 പേരുണ്ടായിരുന്ന വിമാനത്തിലെ 179 പേരും സൗത്ത് കൊറിയയിൽ ദക്ഷിണ കൊറിയയിൽ മരിച്ചു എന്ന ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നത്. പി ജെയിംസ് ആണ് അപ്ഡേറ്റ് ചെയ്തത്.